അങ്ങനെ 10 തികഞ്ഞു. അവസാനം അമ്മായി പെറ്റു, സതീശൻ മുഖ്യമന്ത്രി. ഹാവൂ, ആശ്വാസമായി. എന്നാൽ ശരിക്കും ആശ്വാസമായോ? ഇത് കോൺഗ്രസ് പാർട്ടിയാണ്. ചെന്നിത്തലയിൽ നിന്ന് ആദ്യത്തെ വെടിപൊട്ടിയിട്ടുണ്ട്. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ല, അച്ചടക്കം പാലിച്ചിട്ടും അവഗണന, കടുത്ത അമർഷത്തിൽ രമേശ് ചെന്നിത്തല നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് സതീശൻ മുഖ്യമന്ത്രിയായ ഉടനെ ചെന്നിത്തലയെ കുറിച്ച് വന്ന വാർത്ത. 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് PC വിഷ്ണുനാഥ് പറഞ്ഞത്. UDF ഗവൺമെന്റ് ആര് നയിക്കുന്നു തീരുമാനിക്കാൻ UDF ഭൂരിപക്ഷം ലഭിച്ചു കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് 5 മിനിറ്റുകൾക്കുള്ളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കും. നിങ്ങൾക്കൊരു അരമണിക്കൂർ ചർച്ച നടത്താനുള്ള സമയം പോലും ഞങ്ങൾ തരത്തില്ല. 10 ദിവസം എടുത്തിട്ടാണ് ഒരാളെ തീരുമാനിച്ചത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. എന്ത് ജനാധിപത്യം? സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ജയിച്ച മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. 102 സീറ്റിൽ വിജയിച്ച UDF 63 സീറ്റുള്ള കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്നാണ് നോക്കേണ്ടത്. AICC അത് നോക്കിയപ്പോൾ KC വേണുഗോപാലിനെയാണ് കൂടുതൽ MLA-മാരെ പിന്തുണച്ചത്, 46 പേർ. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായ സതീഷിനെ പിന്തുണച്ചത് വെറും 6 MLA-മാർ മാത്രം. അതേസമയം രമേശ് ചെന്നിത്തലക്ക് സതീഷിനേക്കാൾ കൂടുതൽ MLA-മാരുടെ പിന്തുണ കിട്ടി, 8 പേരുടെ. പക്ഷെ അവസാനം ഏറ്റവും കുറവ് MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതായത് സ്വന്തം പാർട്ടിയിലെ 10% MLA-മാരുടെ പോലും പിന്തുണയില്ലാത്ത സതീഷ് മുഖ്യമന്ത്രിയായി. കോൺഗ്രസിന്റെ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമേ അത് അങ്ങനെയല്ല. ജനങ്ങളുടെ പിന്തുണ നോക്കിയിട്ട് തീരുമാനിച്ചത് എന്നായിരിക്കും സതീഷിന്റെ ആരാധകർ പറയാൻ പോകുന്നത്. അതെപ്പോൾ എങ്ങനെയാ നോക്കിയത്? അതിനുവേണ്ടി വല്ല വോട്ടെടുപ്പും നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? അതായത് ലീഗിന്റെ പിന്തുണ, പിന്നെ സോഷ്യൽ മീഡിയ വഴി സതീഷിന്റെ അണികളെ വെച്ച് സതീഷിന് ഉണ്ടാക്കി കൊടുത്ത ഒരു ബിൽഡപ്പ് പിന്തുണ. KCയെ പിന്തുണച്ചവർക്ക് സതീഷിന്റെ അനുകൂലികളും ലീഗുകാരും കൂടി പൊങ്കാലയിട്ടു. നോക്കണം, റിസൾട്ട് വരുന്നത് വരെ ലീഗിന്റെ പച്ചപ്പടയുടെ ആവേശമായിരുന്ന ഷാഫി പറമ്പിൽ KCയെ സപ്പോർട്ട് ചെയ്യാൻ MLA-മാരോട് കൽപ്പിച്ചെന്നും പറഞ്ഞ് ഷാഫിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ സതീഷിന്റെ ഫാനും ലീഗുകാരും ചേർന്ന് പൂരാ പൊങ്കാല പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഷാഫി പുതിയ പോസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല തന്റെ ഫേസ്ബുക്ക് പേജിൽ. എന്നിട്ടും റിസൾട്ട് വന്നതിന്റെ പിറ്റേന്ന്, അതായത് 5-ാം തീയതി ഇട്ട ഒരു പോസ്റ്റ് തേടി പിടിച്ചു വന്നിട്ടാണ് ഈ കൂട്ടർ പൊങ്കാല ഇട്ടത്. ഈ കലാപരിപാടികൾ തകൃതിയായതോടെ AICC ശരിക്കും ആപ്പിലായി. കൂടുതൽ MLA-മാരുടെ പിന്തുണയുണ്ടായിട്ടും KC വേണുഗോപാലിനെ തീരുമാനിക്കാൻ അവർക്ക് ധൈര്യം കിട്ടിയില്ല. ചുമ്മാ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ പോരല്ലോ. KC നിലവിൽ MLA അല്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും മണ്ഡലത്തിലെ MLA-മാരെ രാജിവെപ്പിച്ച് അവിടെ മത്സരിച്ച് ജയിക്കണം. ജയിച്ചാലും തോറ്റാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ്. ഇനി ജയിച്ചാലോ KC നിലവിൽ ലോക്സഭാ അംഗമായ സ്ഥിതിക്ക് അത് രാജിവെക്കണം. അപ്പോൾ വീണ്ടും ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ്. എന്നാൽ മുഖ്യമന്ത്രി ആവാൻ കഴിയാത്ത കലിപ്പ് സതീഷിനും ചെന്നിത്തലയും KCയോട് ആ തെരഞ്ഞെടുപ്പിൽ തീർക്കും, ഉറപ്പാണല്ലോ. കൂടാതെ ചില ഘടകകക്ഷികളും പണി തരും എന്ന് AICCക്ക് തോന്നിയപ്പോൾ അവർ തൽക്കാലം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വേണ്ടാന്ന് വെച്ചു KC പിൻവാങ്ങാൻ നിർബന്ധിച്ചു.